ഹായ് ഹായ് ഹായ്. അപ്പോൾ മാഷ് ഒരുപാട് സന്തോഷത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നിങ്ങളോട് എല്ലാവരോടും ഉറപ്പ് പറഞ്ഞിരുന്നു, ഇന്നലത്തെ ലൈവില് എന്തൊക്കെ കാര്യങ്ങളാണോ പറയുക അതാണ് അടുത്ത ദിവസത്തെ മലയാള പരീക്ഷയ്ക്ക് വരിക എന്ന്. മലയാള പരീക്ഷയിൽ നമ്മളൊരു കുട്ടിയോട് വിളിച്ച് അന്വേഷിച്ചു. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞത്, എന്താണോ ലൈവിൽ പറഞ്ഞത് ആ കാര്യങ്ങൾ തന്നെയാണ് വന്നത് എന്നുള്ള രൂപത്തിൽ ഞങ്ങൾ അറിഞ്ഞു. അതിൻ്റെ ഓരോ ആക്ടിവിറ്റിയും നമ്മൾ എന്താണോ ലൈവിൽ പറഞ്ഞത് ആ രൂപത്തിൽ തന്നെ നിങ്ങളോട് ചോദിച്ചു എന്നറിഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എജുബോട്ടിൻ്റെ ലൈവ് കണ്ട് പോയ എല്ലാവർക്കും ഫുൾ എ ഗ്രേഡ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അല്ലേ. ഒരുപാട് അന്വേഷിച്ചാണ് നമ്മൾ ടീച്ചർമാർ നിങ്ങൾക്ക് എന്തായിരിക്കും മലയാളം എക്സാമിന് ഉറപ്പായിട്ടും വരിക ആ എല്ലാ ചോദ്യങ്ങളായിട്ട് വന്നത്. ഇതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള ഓരോ വിഷയത്തിൻ്റെയും ലൈവ് എജുബോട്ടിൻ്റെ ചാനൽ ഉണ്ടായിരിക്കും. ലൈവ് മിസ്സായവർ ചിലപ്പോൾ ഉണ്ടായിരിക്കും. ഒരു വിഷയം കഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് എന്തായാലും ഈ ഓണപരീക്ഷ സെറ്റാക്കാം കേട്ടോ. നമ്മുടെ LSS എക്സാമാണ് വരുന്നത്. മലയാള പരീക്ഷയ്ക്ക് ഫുൾ എ ഗ്രേഡ് നേടണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ലക്ഷ്യമാണ് അല്ലേ. എങ്കിലാണ് നമുക്ക് LSS എക്സാമിൽ തിരഞ്ഞെടുക്കപ്പെടുക. നിങ്ങളൊക്കെ ഉണ്ട് കയ്യടാ. മലയാളം എക്സാം, ഓണപരീക്ഷ മാത്രമല്ല ക്രിസ്മസ് എക്സാം എല്ലാം നമുക്ക് എജുബോട്ടിൻ്റെ ഈ ചാനലിലൂടെ പൊളിക്കാം. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലും ഇതിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടുകളെല്ലാം നിങ്ങൾക്ക് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി അയച്ചു തരുന്നുണ്ട്. ഒക്കെ ഫ്രീ ആണ് അല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും എല്ലാവരും ജോയിൻ ചെയ്യുക. എന്തായാലും എന്തൊക്കെയാണ് ചോദിച്ചതെന്നുള്ള കാര്യത്തിലോട് മാഷ് കടക്കാം. നമ്മൾ ഉറപ്പ് പറഞ്ഞിരുന്നു, ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും വായിക്കാം എഴുതാം എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റി വരും. ഒരു പാരഗ്രാഫ് കൃത്യമായിട്ട് തരും. കൃത്യമായിട്ട് നിങ്ങൾ അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും, ഓപ്ഷൻസ് തരും. അതേ രൂപത്തിൽ തന്നെയാണ് ചോദിച്ചതെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം അതേ രൂപത്തിൽ തന്നെ അത് തന്നെ ഒന്നാമത്തെ പ്രവർത്തനമായിട്ട് വന്നു. അതുപോലെ തന്നെ അടുത്ത പ്രവർത്തനമായിട്ട് വന്നത് പോസ്റ്റർ തയ്യാറാക്കാം. ഇതും നിങ്ങളോട് ഉറപ്പായിട്ടും വരുമെന്ന് പറഞ്ഞതാണ്. പോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ള ആക്ടിവിറ്റി അതും അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രവർത്തനമായിട്ട് നിങ്ങളോട് ചോദിച്ചു. നമ്മൾ ഇന്ന് രാവിലെയും നിങ്ങൾക്ക് ലൈവ് വരുന്നുണ്ട്. ഓരോ ടീച്ചർമാർ അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ എ ഗ്രേഡ് കിട്ടട്ടെ എന്നുള്ള ഇതിൽ തന്നെ രാവിലെയും രാത്രിയും എക്സാമിൻ്റെ അന്ന് രാവിലെയും രാത്രി നിങ്ങൾക്ക് എല്ലാ ഇപ്പോഴും ലൈവ് ഉണ്ടായിരിക്കും നമ്മൾ എജുബോട്ടിൻ്റെ ചാനലിൽ. അപ്പോൾ കൃത്യമായിട്ട് പോസ്റ്റർ തയ്യാറാക്കാന്ന് വെച്ചാൽ ഈ ചോദ്യം വരുന്നത് നമ്മൾ ടീച്ചറും കൃത്യമായിട്ട് പറഞ്ഞു. മാഷും തൊട്ട് മുമ്പ് ആ വീഡിയോ ഇട്ടിട്ട് അതിലും പറഞ്ഞു പോസ്റ്റർ തയ്യാറാക്കാം നിങ്ങളുടെ ചോദ്യം എന്തായാലും വരുന്നു. എങ്ങനെയാണ് പോസ്റ്റർ തയ്യാറാക്കേണ്ടതുള്ള കാര്യങ്ങളൊക്കെ ലൈവിൽ രാവിലെ രാത്രിയായിട്ടൊക്കെ നിങ്ങൾക്ക് നമ്മൾ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രവർത്തനമായിട്ട് വന്നത് സംഭാഷണം തയ്യാറാക്കാം. അതും കൃത്യമായിട്ട് എങ്ങനെ എഴുതണം അതും നിർബന്ധമായും വരും എന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ലൈവിലും വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എല്ലാ ആക്ടിവിറ്റീസും വരുന്നത്. അതും ഇത് കൃത്യമായിട്ട് മൂന്നാമത്തെ പ്രവർത്തനമായിട്ട് വന്നിട്ടുണ്ട്. നാലാമത്തെ പ്രവർത്തനമായിട്ട് വന്നത് കുറിപ്പ് എഴുതാം. അതും നിങ്ങളോട് പറഞ്ഞു. അടുത്ത പ്രവർത്തനമായിട്ട് വരുമെന്ന് പറഞ്ഞത് അതും കൃത്യമായിട്ട് കുറിപ്പ് എഴുതാം എന്ന് പറഞ്ഞിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് നോക്കിക്കേ, എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് പറഞ്ഞാൽ എങ്ങനെ കുറിപ്പ് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അതല്ലാതെ അതുപോലെ ചോദിച്ചിട്ടുണ്ട്. ലൈവ് കണ്ടുപോയവർക്ക് ഇത് കൃത്യമായിട്ട് എങ്ങനെ കുറിപ്പ് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എ ഗ്രേഡ് ഉറപ്പാണ് അല്ലേ. അതുപോലെ തന്നെ അടുത്ത പ്രവർത്തനമായിരുന്നു അഞ്ചാമത്തെ പ്രവർത്തനം. 5 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി അല്ലേ. 5 പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്നതാണ് ഒരുപാട് സന്തോഷം. വാർത്ത തയ്യാറാക്കാം എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനമായിട്ട് വന്നത്. അതും അതേപോലെ തന്നെ നിങ്ങൾക്ക് തൊട്ട് മുമ്പത്തെ ലൈവിൽ പറഞ്ഞിട്ടുള്ളതാണ്. വീഡിയോ ആയിട്ട് മാഷ് പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് വരുന്നാണോ പറഞ്ഞത് ആ രൂപത്തിൽ തന്നെ ചോദിച്ചിട്ടുള്ളത്. നമ്മളിത് വെറുതെ നീട്ടി വലിച്ചെടുക്കാതെ എന്ത് എക്സാമിന് വരും ആ കാര്യം മാത്രം കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് എങ്ങനെ ഓണം എക്സാമിനെ എ ഗ്രേഡ് നേടിയെടുക്കാം എന്നുള്ള രൂപത്തിൽ എക്സാം ഓറിയൻ്റ് ആയിട്ട് തന്നെ എക്സാമിന് എങ്ങനെ എ ഗ്രേഡ് നേടാന്നുള്ള രൂപത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് ലൈവ് എടുത്തിട്ടുള്ളത്, വീഡിയോസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. വെറുതെ നീട്ടി വലിക്കുന്ന കാര്യമില്ലേ. നമ്മൾ 4ാം ക്ലാസ്സുകാരാണ്. നമുക്കിപ്പോൾ ഒരുപാട് നേരം പഠിക്കാൻ വേണ്ടി കഴിയണമെന്നില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് കുറച്ച് നേരം കൊണ്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് തരിക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് എക്സാമിന് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ലൈവ് മിസ്സായ ചില ആൾക്കാരൊക്കെ ഉണ്ടാകും, വിഷമിക്കേണ്ട. അടുത്തായിട്ട് നമുക്ക് വരാൻ പോകുന്ന എക്സാമാണ് നമ്മൾ ഇംഗ്ലീഷ് പരീക്ഷ അല്ലേ. 9ാം തീയതി നമുക്ക് നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷയാണ് ഇംഗ്ലീഷ് പരീക്ഷ. ഇംഗ്ലീഷ് പരീക്ഷയ്ക്കും ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് പ്രൊഡിക്ഷൻ വീഡിയോ എല്ലാം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ 4ാം ക്ലാസ്സിലുള്ള എല്ലാ മക്കളും കൃത്യമായിട്ട് ലൈവിൽ ജോയിൻ ചെയ്യുക. ഇനിയും നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് ഇക്കാര്യം അറിയാത്തുണ്ടെങ്കിൽ എജുബോട്ട് ഇതുപോലെ എക്സാമിന് കറക്റ്റായിട്ടുള്ള രൂപത്തിൽ ലൈവ് നടക്കുന്നുള്ള കാര്യം അറിയാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇപ്പോൾ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുത്തിട്ട് പറയാ എജുബോട്ട് പറഞ്ഞത് കൃത്യമായിട്ട് എക്സാമിന് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഏകരായിട്ട് ഉറപ്പിക്കാന്ന് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുപോലെ കൂടുതൽ വീഡിയോസ്
കൂടുതൽ ലൈവുകൾ ഇതേ രൂപത്തിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുന്നതിന് കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. എങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് മിസ്സാവാതിരിക്കുക കേട്ടോ. എങ്കിൽ മാത്രമാണ് നിങ്ങൾ അന്വേഷിക്കാതെ നിങ്ങളെടുത്തോട്ട് ഇതെത്തും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മിസ്സായെന്ന് വരും അല്ലേ. അപ്പോൾ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്ത കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും എല്ലാവരും നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ അതുപോലെ അയച്ചു തരും അല്ലേ. നിങ്ങൾ ഓരോ ലൈവിന് ശേഷം അത് കൃത്യമായിട്ട് നോക്കി പഠിച്ചാൽ മാത്രം മതി. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും കേട്ടോ, താഴെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. ഫ്രീ നോട്ട്സ് കണ്ടിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഇംഗ്ലീഷ് പരീക്ഷയ്ക്കും ഇതുപോലെ തന്നെ കാണാം. ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ ചോദ്യങ്ങളും വീഡിയോ ആയിട്ടും ലൈവായിട്ടും നിങ്ങൾക്ക് ചാനലിലൂടെ തന്നെ ലഭിക്കും. നമുക്ക് ഇനി അങ്ങോട്ട് 4ാം ക്ലാസ് കഴിയുന്നവരെ ഈ ചാനലിൽ തന്നെ ഇരുന്ന് അടിച്ചു പൊളിക്കാം കേട്ടോ. മാഷ് എന്തായാലും തൽക്കാലത്തേക്ക് ഇപ്പം പോവാണ്. നമുക്കിനി അങ്ങോട്ട് ഓരോ എക്സാമിനും കാണാം. ബൈ ബൈ.